വീട്ടിൽ ആരില്ലയോ? എടാ മക്കളെ ക്യാഷ് ഇതെന്തോന്ന് കോലമാണോ ഇത്? കാലുണ്ട് കാല് കുഴപ്പമൊന്നുമില്ല. ഇതെന്തോന്നത്? മഞ്ഞ കയ്യില് തിളങ്ങണ ഷർട്ട്, തോളില് തുണ്ട്, നെറ്റിയില് പൊട്ട. എപ്പടി ഇருக்கு? നല്ല അഴകിയ തമിഴകനാ ഇருக்கு. സൂപ്പർ. ഗൗരി ഗൗരി ഓടി വാ, ഇതാര് വന്നിക്കണെന്ന് പാറ്. അല്ല അച്ഛനെങ്ങനെയുണ്ട്? சொக்கலிங்கம் மாமா பக்கையான ஆபரேஷனுக்கு കഴിഞ്ഞ് ஃபுல் செட் ஓடி நடக்கணும். கேஸ் இருந்ததுனால எனக்கு பிரச்சனையே இல்லை. நைட்டு பூரா அப்பாவை பார்த்துக்கிட்டான். அப்பாவை மட்டும் இல்லை, பக்கத்து பெட்டில் யாரெல்லாம் இருக்காங்களோ அவங்கள எல்லாம் பார்த்துக்கிட்டான். அது போகாம ஊர்ல எல்லாருக்கும் அவன் பெரிய ஸ்டாரு. வீட்ல எல்லாம் கூப்பிட்டுட்டு சாப்பாடெல்லாம் போட்டாங்க. പിന്നെ ചിറ്റപ്പാ ഈ സൈഡ് നോക്കി. എന്താ മക്കളെ, ആരെങ്കിലും അടിച്ചാടാ? ചിറ്റപ്പ അവിടെ ഉള്ള ചില ആൾക്കാർ പറയാണ് ഇനി ഈ സൈഡിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ അജിത്തിന്റെ കട്ടെന്ന്, പിന്നെ ചേറല്ലെന്ന് പറയണേ ഈ സൈഡിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഇളയ തലപതി വിജയുടെ കട്ടെന്ന്, നേരെ കണ്ട സൂര്യയുടെ കട്ട്, മൊത്തത്തിൽ കണ്ട ജയൻ രവി കട്ട്. കട്ടോ കട്ട്. ഞാൻ പോണ്. നിന്നില്ലേ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് താങ്ങൂല. എങ്ങനെടാ മക്കളെ നിനക്ക് നിന്റെ അച്ഛൻ ഇതുപോലെയൊക്കെ പറയാൻ പറ്റുന്നത്? അല്ലേ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഈ അവിടെ ഉള്ളൊരു ഈ വിജയനെ അജിത്തിനെ ഒന്നും കണ്ടിട്ടില്ലേടേ? അവിടെ തിയേറ്ററൊന്നും ഇല്ലേ? அண்ணா எங்க ஊர்ல தியேட்டர் எல்லாம் இருக்கு, நாங்கெல்லாம் படம் பார்ப்போம். அவன் சூப்பர் ஹீரோ மாதிரி தான். இல்லடா செல்லுவா? അയ്യോ മറ്റേ ആളിനെ തന്നെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് കനകാൻഡി. നിങ്ങൾ വിശ്വാസമില്ലല്ലോ നിങ്ങൾക്കൊന്ന്. കനകാൻഡി நம்ம லக்ஷ்மி சுப்பிரமணியம் இருக்கல்ல, நம்ம கூப்பிட்டோன்னா என்ன சொல்றோம்? நீ கூப்பிடாத, அதுதான் பெட்டர். அப்படியா? ആരടാ ഈ ലക്ഷ്മി സുബ്രഹ്മണ്യം? തമിഴ്നാട് ഫാൻ ഗേൾ. എടാ ഇവിടെ ഉള്ള മെർലിനും അലീന ഫ്രാൻസിസ് ഒന്നും പോരെടാ. അവരുടെ അടിയെ നീ ഇതുവരെ സോൾവ് ആക്കിയിട്ടില്ല. അതിന്റെ ഇടയിൽ നീ മധുരയെന്ന് ആൾക്കാരെ കൂടെ ഇറക്കിയാലേ മതിയാവോ നിനക്ക്? അമ്മായി ഞാൻ പാൻ ഇന്ത്യൻ അല്ലേ, നമുക്ക് ഫുൾ ഫാൻസ് അല്ലേ. ഇതണ്ട കണ്ടാ ഇത് ഫുൾ സീറ്റ്സ്. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്. തമിഴ്നാട് ഫാൻസ് എനിക്ക് വേണ്ടി കൊടുത്തയച്ചത്. ഇത്രയാ? ഇതിപ്പോ നിനക്ക് ഒരു മാസം ഇരുന്ന് തിന്നാനുള്ളതുണ്ടല്ലോ. തിന്നുമല്ലോ. ഗൗരി, ഓ ഇവന്റെ അച്ഛൻ ഉണ്ടല്ലോ, ഇവിടെ അന്ന് മധുരയിൽ പോയൊരു കഥയുണ്ട്, നിനക്കറിയാമോ? ഇല്ല. ഭയങ്കര സംഭവ ബഹുലമായ കഥയാണ്. ഒരു ദിവസം നെയ്യാറ്റിൻകര വരാൻ വേണ്ടി എറണാകുളത്ത് നിന്ന് വണ്ടി കയറി. ഏത് വണ്ടി? മധുര വണ്ടിയിൽ കയറി ടിക്കറ്റ് എടുത്തിട്ട് ഒരൊറ്റ ഉറക്കം. ആള് പോയി ഇറങ്ങിയത് എവിടെ? എവിടെ? മധുരയില്. അവിടെ പോയി ഇറങ്ങിയെന്താ, പുതിയ ആള്, പുതിയ ആൾക്കാർ, പുതിയ സ്ഥലം. ആ പടം തമ്മിട്ടുപോയി. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു നോക്കിയപ്പോൾ ചെറിയൊരു ചായക്കട ഉണ്ട്. പുള്ളി ആരെ അതിനകത്തോട്ട് കയറി ഒരു ചായ കുടിച്ചോണ്ടിരുന്നപ്പോൾ ആരാ ചായക്കട? എവരാ ചായക്കട? ഓ അങ്ങനല്ലേ കനകത്തിനെ പരിചയപ്പെടുന്നത്. ഓ അങ്ങനെ ഒരു കഥ ഉണ്ടായിരുന്നു. പിന്നെ ചൊക്കലിംഗ മാമനുമായിട്ട് ഒരാഴ്ച അവിടെ തന്നെ ആഴ്ച കറങ്ങിയതിന് ശേഷം ഒരു വരവുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ ഡ്രസ്സ് വിട്ടുകൊണ്ട് ഇവിടെ ഇറങ്ങി വരുന്ന ഒരു വരക്കം ഉണ്ടായിരുന്നു. തമിഴ് മാത്രമേ പറയൂ, മലയാളം മറന്നുപോയി. എന്തെല്ലാം ആയിരുന്നു അട്ടഹാസം. അതുപോലെ തന്നെ മോനും. കനകം അച്ഛന് സുഖമായിട്ടിരിക്കുന്നേ? കുഴപ്പമൊന്നുമില്ലേ? அப்பாக்கு இப்ப சௌக்கியமா இருக்கம்மா. അല്ല ഇവിടെ പാറോടാ. ആ പാറുവാണ് പാറു. 2-3 ദിവസം കൊണ്ട് പാറിന്റെ അങ്ങ് ഒതുക്കി. ഈ വേഗത്തിലവിടെ വണ്ടി ഉണ്ടല്ലോ, ഇപ്പൊ കട്ടപ്പുറത്താണ്. എന്ത് ആ കാര്യത്തിൽ അറിഞ്ഞില്ലല്ലേ? എടാ ഇപ്പൊ അവള് കൃത്യസമയത്ത് ഫുഡ് കഴിക്കും, പഠിക്കായിരിക്കും, കുളിക്കും, തലമുടി കെട്ടും, അങ്ങനെ പല പല കാര്യങ്ങളാണ്. ഒക്കെ ഇപ്പൊ പട്ടാളച്ചിട്ടയാണ്. നമ്മുടെ പാറുവാ? പിന്നെ അല്ലാതെ ഉറക്കമൊക്കെ കൃത്യസമയത്തിനാണ്. അല്ല അത് വേണം. നിങ്ങളെയൊക്കെ കൂടെ കൂടിയിട്ട് കുറച്ച് വിരളിത്തരം കൂടുതലായിരുന്നു, അതങ്ങ് മാറിക്കിട്ടി. മോനെ കേശു, നീ മധുര മീനാക്ഷിയമ്മയൊക്കെ കണ്ടായിരുന്നോടാ? പിന്നെ അതൊക്കെ ഒരു ചോദ്യമാണ്. തൊട്ട് പക്കത്തിലാണ് വീട്. രാവിലെ പോവാൻ രാത്രി വരുവേൻ, രാവിലെ പോവാൻ രാത്രി വരുവേൻ, പോവാൻ വരുവേൻ അപ്പടി. ഫുള്ള് അടിച്ചു പൊളിക്കായിരുന്നല്ലേ? അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ അമ്മായി. പാമ്പിനെ തിന്നണം, നട്ടിപ്പോയ നടി കഷ്ണം തന്നെ തിന്നണം എന്നാണല്ലോ. ஏய் கேசு, நீ எப்ப பாம்பை சாப்பிட்ட? ആമ്പാ சாப்பிட்ட? ആര്? நீதான். நீ இப்ப சொன்னியே. സമയമോശത്തിന് പറഞ്ഞും പോയി. ഞാൻ പഴഞ്ചൊല്ല് സൊന്നേ. ஓ அந்த மாதிரியா? நான் பயந்துட்டேன். ഈ ഒറ്റ പ്രശ്നമുള്ളായിരുന്നു, ബാക്കി എല്ലാം ഓക്കെ. ഇവിടെ ഇരിക്കണ തൊട്ടോ പോവാൻ ചിറ്റപ്പാ താങ്ക്. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.